കഴിഞ്ഞ തവണ പെൻസിൽ കാർവ് ചെയ്തപ്പോൾ ഒരു നീളമുള്ള പേരാണല്ലോ നമ്മൾ എഴുതിയത്. അതിൻ്റെ കൂടെ തന്നെ അതിനേക്കാൾ നീളമുള്ള ഒരു പേരും കൂടി എഴുതാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നില്ലേ ആ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ നീളമുള്ള പേരാണ് നമ്മൾ കാർവ് ചെയ്യണത്. പെൻസിലൊക്കെ റെഡിയാക്കിയെടുത്ത് ആ ലെറ്റർ ഓരോന്നും എഴുതാനുള്ള സ്പേസ് ഒക്കെ മാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും പെൻസിൽ ലാസ്റ്റ് കാണാനായിട്ട് ഏകദേശം ട്രെയിനിൻ്റെ ബോഗികൾ ഓരോന്നായിട്ട് നിരത്തി വെച്ചേക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ നമ്മുടെ അദ്രിനാഥ് എന്ന പേര് നാക്കുളുക്കാതെ എങ്ങനെയൊക്കെയാണ് വീഡിയോയിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചെടുത്തത്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി കട്ടിയുള്ള പേരാണ് നമ്മൾ ഇപ്പോൾ കാർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പേരും നമ്മൾ കാർവ് ചെയ്തപ്പോഴേക്കും അദ്രിനാഥിന്റെ പേര് എഴുതി വെച്ചതുപോലെ സൈഡിൽ ഒരു പേപ്പറിൽ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് തന്നെയാണ് ഈ പേരും നമ്മൾ കാർവ് ചെയ്യാൻ വേണ്ടി എടുത്തത്. പേര് വേറൊന്നല്ല, അബീന്ദ്രനാഥ്. എന്താ അല്ലേ, ഒരു മഹീന്ദ്ര ബാഹുബലി എന്നൊക്കെ പറയണത് പോലെ ഇല്ലേ. പെൻസിലിൽ ഈ പേര് കാർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ സമയം ഓരോ സ്പെല്ലിംഗ് എഴുതുമ്പോഴും ഈ പേര് പറഞ്ഞു പഠിച്ചത് കൊണ്ട് ഇപ്പൊ പറയാനായിട്ട് ഇത്തിരി എളുപ്പമൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ പേര് എഴുതിയപ്പോൾ നമുക്ക് തെറ്റിപ്പോയതുപോലെ ഇതിൽ എന്തൊക്കെ വന്നാലും തെറ്റല്ലേ എന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഈ അദ്രിനാഥ് എന്ന പേരും അബീന്ദ്രനാഥ് എന്ന പേരും ഞാൻ കാർവ് ചെയ്തെടുത്തത്. ദൈവം എന്തായാലും നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. കാരണം രണ്ടുപേരും കാർവ് ചെയ്തപ്പോൾ സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണം പോലും തെറ്റിപ്പോവാതെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമുക്ക് കാർവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവസാനം അത്യാവശ്യം നല്ല നീളമുള്ള ഈ ഒരു പേര് നമ്മൾ പെൻസിലിൽ നല്ലതുപോലെ കാർവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെൻസിലിൽ നിങ്ങളുടെ പേര് കാർവ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം എന്തായാലും ഇനി പിന്നെ കാണാം. പോട്ടെ, ബായ്.